ദൈവവചനം ശ്രവിക്കുന്ന ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. 20-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും. ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും. അവരും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. നീ മാനിക്കപ്പെടാൻ സമയമായി. കർത്താവിനെ നിന്ദിക്കുന്നവനെല്ലാം നിന്ദിക്കപ്പെടാൻ സമയമായി. വിശ്വാസക്കാരനാൽ വിളിച്ചു പറ, നിന്റെ സാഹചര്യത്തെ മാറ്റാൻ പോവാ ദൈവം. നിന്റെ പ്രയർ ലൈഫിനെ മാറ്റാൻ പോവാ ദൈവം. 2015 ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം നിന്നെ മാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം നോക്കണ്ട, ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട, അതെല്ലാം മാറാൻ പോകുകയാ. കർത്താവ് നിന്നെ മാനിക്കാൻ പോകുകയാ. ദൈവം മാനിക്കുന്നത് അറിവോ കഴിവോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ നോക്കിയല്ല. ആണോ? അല്ല. ഒരപ്പൻ്റെ വീട്ടിൽ ധാരാളം മക്കൾ. ആ കൂട്ടത്തിൽ ഒരു ചെറുക്കൻ ആടിനെ തീറ്റുന്ന കൊച്ചൻ, പവിഴ നിറമുള്ളവൻ, കോമളൻ, ഗ്ലോറി. ചേട്ടന്മാരുടെ സ്റ്റാറും തൊപ്പിയൊക്കെ അണിഞ്ഞ് പട്ടാളത്തിലാണ്. എല്ലാവർക്കും ഉന്നതമായ പൊസിഷനുകളും ഉന്നതമായ പദവികളും ഒക്കെ കൊടുക്കുക. എന്നാൽ ദൈവം ഒരാളെ മാനിക്കാൻ തീരുമാനിച്ചാൽ ഏത് സാഹചര്യങ്ങളെ മാനിക്കും. കർത്താവ് നിന്നെ മാനിക്കും. അത് നിന്റെ ദേശം കാണും, അത് നിന്റെ ചർച്ചക്കാർ കാണും. ദൈവം നിന്നെ മാനിച്ചെന്ന് കാണും, ദൈവം നിന്റെ കുടുംബത്തെ മാനിച്ചെന്ന് കാണും. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കത്തില്ല, അത് തണ്ടിന്മേൽ കൊളുത്തപ്പെട്ട വിളക്ക് പോലെ ശോഭിക്കും. വിശ്വസിക്ക്, ദൈവം നിന്നെ മാനിക്കും. ബൈബിൾ ഉൽപ്പത്തി തൊട്ട് പഠിച്ചേ. ദൈവത്തെ ആര് മാനിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് കൊലോസി ലേഖനത്തിൽ ചെയ്തത്, നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്നവണ്ണം ചെയ്യണം. ഒരാമീൻ പറഞ്ഞോട്ട്. ഇന്നും നീ എന്ത് ദൈവത്തിന്, ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ഹെഡ് വെയിറ്റും വേണ്ട. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഞാനൊരിക്കൽ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ രാത്രി വരുമ്പം എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ ഇന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നു. എൻ്റെ വണ്ടി നമ്പർ കണ്ടപ്പോൾ കൈപൊക്കി കാണിച്ചു. ഹമ്പളോൺ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ഞാനും വണ്ടി ഒതുക്കി. 10-15 പേര് ഇന്ന് പോസ്റ്റർ ഒട്ടിക്കുക. ഞാൻ നോക്കിയപ്പം രണ്ട് കൈയും പശയായിട്ട് സ്വന്തമായിട്ട് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ 100-150 പേഷ്യൻസ് ബെഡ് ഇട്ട് കിടക്കത്തൊക്കെ വലിപ്പമുള്ള ഹോസ്പിറ്റൽ 2 എണ്ണമുള്ള ഡോക്ടർ കയ്യിൽ പശ വരട്ടി ഒട്ടിക്കുക. ഗ്ലോറി. ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. സ്തോത്രം. ഞാൻ പോയി ആ മീറ്റിങ്ങിനകത്തുന്നവരെ ഞാൻ പിന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഡോക്ടറും എഞ്ചിനീയറൊക്കെ ഉണ്ട്, പക്ഷെ പശ തേക്കാനും അവർ വരും. ആമേൻ. നിങ്ങൾ എന്തു ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യാം. കുഞ്ഞെ, മനുഷ്യർക്ക് എന്തോ ചെയ്താലും പ്രയോജനമില്ല. കർത്താവിന് എന്നവണ്ണം മനുഷ്യർക്ക് ചെയ്താൽ അതിൻ്റെ അനുഗ്രഹം വേറെയാണ്. ദൈവത്തെ ആര് മാനിച്ചിട്ടുണ്ടോ അവനെ ദൈവം എന്ത് ചെയ്യും? മാനിക്കും. ഞാൻ കർത്താവിൻ്റെ സ്തോത്രം, പണ്ടൊക്കെ സുവിശേഷ വേലയ്ക്കൊക്കെ പോകുമ്പം 10-12 ഉടുപ്പൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ ഷർട്ട്സുണ്ട്, ഇഷ്ടംപോലെ ഷർട്ടുണ്ട്. ഞങ്ങളുടെ കോഴിച്ചേരിലെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഉപദേശിമാരുടെ താവളമാണ്. ഉപദേശിമാരുടെ താവളമാണ്. ചിലപ്പോൾ 2-3 ഉപദേശിമാരുണ്ട് താമസിക്കാൻ. എനിക്കിഷ്ടമുള്ള ഷർട്ടൊക്കെ ഞാൻ നല്ല സ്റ്റിഫൊക്കെ ഇട്ട് നല്ല വടി പോലെ തേപ്പുകാരനെ കൊണ്ട് തേപ്പിച്ച് നാളെ യോഗത്തിന് ഇടാൻ റെഡിയാക്കി കൊണ്ടുപോകും. അന്ന് രാത്രി വരുന്ന ഉപദേശം അതിട്ടുണ്ട് പോകും. അന്നോ അങ്ങനെ, ഇന്നും അങ്ങനെ, രണ്ടൊരു മാറ്റം വരുന്നില്ല. ഒരു 25 ഉടുപ്പേലും കൊണ്ടുപോയ ഉപദേശം എനിക്കറിയാം. ഒന്നുപോലും തിരിച്ചു തന്നിട്ടില്ല. തരികയും വേണ്ട. അത് അവർക്ക് അണിയാൻ കൊടുത്തതല്ല, കർത്തൃദാസൻ എന്ന ലെവലിൽ അണിയുക.
അതുകൊണ്ട് നിങ്ങൾ അസൂയ വേണ്ട. ചില രാജ്യത്ത് ചെല്ലുമ്പം ചില അങ്കിളുമാർ ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഇട്ട് വെച്ച് പറയും, ഒരു 25 ഷർട്ട് അങ്ങ് എടുത്തോളാൻ പറയും. ഞങ്ങൾ 25 ഷർട്ട് ഇങ്ങോട്ട് എടുത്ത് വരുമ്പോൾ 26,000 രൂപ ബില്ല്. അത് അവർ കൊടുത്തോളും, നമ്മളൊന്നും അറിയണ്ട. ഇവിടെ ഉപദേശമാർ ഓരോന്നോരോന്ന് എടുത്തോ, അവിടെ നിന്ന് ഒന്നിച്ചു തന്ന അത്രയേ ഉള്ളൂ കാര്യം. കുഞ്ഞെ, ഞാനൊരു സത്യം പറയാം, എന്ത് ചെയ്താലും കർത്താവിനെന്നവണ്ണം ചെയ്യണം. കുഞ്ഞെ, ഇവിടെ ചെയ്താൽ ഇവിടെ പ്രതിഫലം കിട്ടും, കർത്താവിന് ചെയ്താൽ അവിടെ പ്രതിഫലം കിട്ടും. ഒരാമയും പറഞ്ഞാട്ടെ. ഞാനിവിടെ നിന്നുകൊണ്ട് ദൈവാത്മാവ് വിളിച്ചു പറയാം, ആമി കുഞ്ഞെ, നിന്റെ വീടോ നിന്റെ കാറോ നിനക്കുള്ളത് എന്തുമായിക്കൊള്ളട്ടെ, അത് കർത്താവിനെന്നവണ്ണം ദൈവത്തിന് പ്രയോജനപ്പെടുത്തിയാൽ 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവം നിന്റെ സന്തതിയെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. ശ്രദ്ധിച്ച്, ദൈവത്തെ മാനിക്കണം. എഫെസ്യരിൽ എഴുതി പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എഫെസ്യൻ ചാപ്റ്റർ 6 6-ാം അധ്യായം എടുത്ത്, എഫെസ്യൻ ലേഖനം 6-ാം അധ്യായം എടുത്ത് 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. യൂത്തിന്റെ മീറ്റിംഗ് വെച്ചു വേണത് പറയാൻ. ഇനി കുഞ്ഞുങ്ങളോട് പറയാം, അപ്പനോടും അമ്മയോടും ചാടിക്കേറരുത്, അവരെ ബഹുമാനിക്കണം. എന്തിനാ? നീ ഭൂമിയിൽ നിനക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. പണ്ടൊരുത്ത ആൾക്ക് ഭയങ്കര കാശുണ്ടായി, അങ്ങനെ ഭയങ്കര കോടീശ്വരനായി. അതുകൊണ്ട് അങ്ങനെ വലിയൊരു വീട് വെച്ചു. വീട്ടിലോട്ട് വണ്ടി ഒളിച്ചു വരുന്നപ്പം കൂട്ടുകാരിലെ ഒന്നിച്ച് ബ്രാൻഡ് ന്യൂ വണ്ടി വരിക. ഭയങ്കരമായ അടുത്ത ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ടൗണിലോട്ട് കഴിഞ്ഞ് അവർ കവലയിലോട്ട് വരുമ്പം അവൻ്റെ അപ്പം പഴയ ആളല്ലേ, അങ്ങനെ ഒരു ഉടുപ്പ് ഇടാതെ ഒരു തോർത്തും തോളിലിട്ട് ഒരു കയ്യിലും കൊണ്ട് കൊടുത്ത് നടന്നുപോയി. സ്തോത്രം. മോൻ്റെ വണ്ടി കരുതുന്ന കണ്ടപ്പോൾ ആവേശത്തോടെ കൈച്ചാടി. ചടിയപ്പം മോനൊത്തെന്ന് പറഞ്ഞു, മാറി നിൽക്കാനാ പറഞ്ഞ്. അപ്പം വേറിട്ട് മാറി വണ്ടി വിട്ട് പോയി. കൂട്ടുകാർ വെച്ചാരാ? വേലക്കാരൻ. കുഞ്ഞെ, നിന്റെ അപ്പൻ ഉടുപ്പിട്ടാലും നിന്റെ അപ്പനാന്ന് പറയാൻ നീ അഭിമാനം കൊള്ളണം. ദൈവത്തെ ആര് മാനിക്കുന്നുണ്ടോ അവനെ ദൈവം മാനിക്കും, അതിനൊരു മാറ്റവും ഇല്ല. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. അങ്ങനെ ബൈബിൾ പറയുന്നത്. വായിച്ചേ, സദൃശ്യവാക്യം 3-ാം അധ്യായം 9-ാം വാക്യം. യഹോവേ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യഫലം കൊണ്ട് ബഹുമാനിക്കാം. എങ്ങനെയാ? ഒന്നുകൂടെ കേട്ടെ. യഹോവേ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യഫലം കൊണ്ട് ബഹുമാനിക്കാം. എല്ലാ വിളവിന്റെ ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കാം. ഞാൻ ഒരു സ്ഥലത്തെ പ്രസംഗിക്കാനായി ചെന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പാകട്ടോ. അപ്പം അവിടെ പ്രസംഗം ചെയ്തപ്പോൾ ഒരു ഓലഷെഡിൻ്റെ ഹോളാണ്. ഓലഷെഡ് കൊണ്ട് പണിതൊരു ചർച്ച. ഒരു 190 പേര് അവിടെ ആരാധനയ്ക്കുണ്ട്. അന്ന് ഞാൻ നോക്കിയപ്പം ആ ചർച്ചിൻ്റെ മുമ്പിൽ വില കൂടിയ കാറുകൾ, അകത്ത് 200 പേരേ ഉള്ളെങ്കിലും പുറത്ത് 10-75 കാറുകൾ, എല്ലാം 15 ലക്ഷത്തിന് 20 ലക്ഷത്തിന് മേളിലാണ്. ജീസസ്. അപ്പം ഞാനവിടെ കയറി ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററേ, ഇത്രയും വില കൂടിയ വണ്ടിയിൽ വന്ന വിശ്വാസികളുള്ള ചർച്ച ആണോ ഓലഷെഡി പണിതേക്കുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസികൾ കൃപയുള്ളവരായതുകൊണ്ട് അവർ ദൈവത്തിനൊന്നും കൊടുക്കാറില്ല. പ്രസംഗം ഞാനല്ലയോ തുടങ്ങി. പ്രസംഗം ഗ്ലോറി. പ്രസംഗം തുടങ്ങി. പ്രസംഗം അങ്ങോട്ട് ആമി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം ആത്മാവിലായി. അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തോട് നീ കാണിക്കുന്ന അവിശ്വസ്തതയ്ക്ക് ഇന്നൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഗ്ലോറി. പ്രസംഗം ഒരച്ചായൻ എഴുന്നേറ്റെന്ന് വെച്ച് പറയാം, ദൈവം എന്നോട് പറയുന്നു ഈ ഓലഷെഡ് പൊളിച്ച വാർത്ത ബിൽഡിങ് വെക്കണമെന്ന്. ഒറ്റ മനുഷ്യൻ ആ പുതിയ ഹോള് വാർത്ത് കൊടുത്തു, മറ്റൊരാൾ AC ചെയ്തു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം കുഞ്ഞെ ശ്രദ്ധിച്ചേ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടുട്ട വീടുകളിൽ പാർക്കുന്നു. നമ്മുടെ സ്ഥാനം ദൈവാലയത്തിനാകട്ടെ, നമ്മുടെ സ്ഥാനം ദൈവത്തിനാകട്ടെ, നമ്മുടെ സ്ഥാനം ദൈവകാര്യങ്ങൾക്കാകട്ടെ. അങ്ങനെങ്കിൽ നിന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിച്ചിരിക്കും.
വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരുടെയൊക്കെ പേര് വന്നില്ലയോ? ആ മോനെ ദൈവം മാനിക്കും, എൻ്റെ ഭർത്താവിനെ ദൈവം മാനിക്കും, എൻ്റെ ഭാര്യയെ ദൈവം മാനിക്കും. നിനക്ക് ഈ ദിവസങ്ങളിൽ കണ്ണുകൊണ്ട് കാണാം ദൈവം മാനിക്കുന്നത്. ഇവിടെ എഴുതിയ സദൃശവാക്യം 3:9 വായിച്ചേ. യഹോവേ നിന്റെ ധനം കൊണ്ടും, യഹോവേ നിന്റെ ധനം കൊണ്ടും, എല്ലാ വിളവിന്റെ ആദ്യഫലം കൊണ്ട് എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ട് ബഹുമാനിക്കാം. ആദ്യഫലം കൊണ്ടും നീ ബഹുമാനിക്കാം. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. അപ്പൊ നീ ബഹുമാനിച്ച് കഴിയുമ്പോൾ ദൈവം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നിന്റെ കളപ്പുര സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. നിന്റെ മുന്തിരി ചക്കിന്ന് വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഒരാമീൻ പറഞ്ഞാണ്ട് നമ്മൾ ആദ്യത്തെ വാക്യം ശ്രദ്ധിക്കത്തില്ല. കൊടുക്കുക എന്നുള്ളത് വിടും. എന്നിട്ട് പറയും, എൻ്റെ കർത്താവേ എൻ്റെ പാണ്ഡികശാലകൾ നിറയട്ടെ, മുന്തിരിച്ചക്ക് കവിഞ്ഞൊഴുകട്ടെ. ഇല്ല മോനെ, ആദ്യത്തെ വാക്യം കഴിഞ്ഞാൽ രണ്ടാമത്തെ വാക്യം. ഒരാമീൻ വരുന്നില്ല. ചിലരൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയും, ബ്രദറെ എൻ്റെ മുന്തിരിച്ചാറ് കവിഞ്ഞൊഴുകുന്നില്ല, അത് പോരാട്ടമാ. അല്ല കുഞ്ഞെ, നീ കൊടുക്കാത്തോണ്ടാ. കണ്ടു മിണ്ടുന്നില്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദൂതന്മാർക്ക് 3 കഴിയും മാവെടുത്ത് ഒരു മൃഗത്തെ അറുത്ത് അപ്പവും കറിയും കൊടുത്തെങ്കിൽ, ഒരിക്കൽ കൊടുത്തെങ്കിൽ ദൈവം കുറിച്ചു വെച്ച് തിരിച്ചു 400 കൊല്ലം 40 ലക്ഷത്തിന് കൊടുത്തു. ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ പറ. ഇന്ന് പകരം വിശ്വസിക്കുന്ന നിന്നോട് ഞാൻ പറയാം, നിന്നെ പോറ്റാൻ കർത്താവ് ശക്തനാണ്. ഓ ഹല്ലേലൂയ. ഇന്നും പ്രാർത്ഥിക്കുന്നതിനോട് പറയാം, കൊടുത്തത് ഒരിക്കൽ തിരിച്ചു വാങ്ങിച്ചത് എത്ര കൊല്ലങ്ങളാ. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം എടുക്കാം, 15-ാം അധ്യായം 8-ാം വാക്യം. Matthew chapter 15 verse 8. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നു. അവരെ അധരം കൊണ്ട് എന്നെ എന്ത് ചെയ്യുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് അവര് വിട്ട് എന്ത് ചെയ്തേക്കുക, മാറിയേക്കുക. കുഞ്ഞെ, അധരം കൊണ്ട് ഗ്ലോറി പറഞ്ഞില്ലേലും കുഴപ്പമില്ല, ഹൃദയം കൊണ്ട് അടുത്തടുത്ത് വന്നിട്ട് ഗ്ലോറി പറയണം. ഒരാമയും പറഞ്ഞാട്ട്. എന്നോട് ദൈവാത്മാവ് പറയുന്നൊരു ദൂത് നിങ്ങളോട് തുറന്നു പറയാം. ദൈവത്തിന് ചിലരെ മാനിക്കാൻ സമയമായി. ഇനി നീ നിന്ന ചുമന്നോണ്ട് നടക്കണ്ട. നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാ. പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവാത്മാവ് വിളിച്ചു പറയുക, ഇന്നൊരു അത്ഭുതം കാണാൻ തയ്യാറായിക്കോ. ആരോടോ ഈ കൂട്ടത്തിന് നടുവിൽ ദൈവം സംസാരിക്കുന്നു. നീ മാനിക്കപ്പെടാൻ പോവാ. നിന്റെ സന്തതി മാനിക്കപ്പെടാൻ പോവാ. നീ അതേക്കുറിച്ച് കേൾക്കാൻ പോകുകയാ. നീ പലരോട് ഓടി നടന്ന് സാക്ഷി പറയും, എന്നെ ദൈവം മാനിച്ചു, എൻ്റെ സന്തതിയെ ദൈവം മാനിച്ചു, എൻ്റെ കുടുംബത്തെ ശുശ്രൂഷകന്മാരോട് പറയാം, നിങ്ങളെ ദൈവം മാനിക്കാൻ പോകുകയാ, നിങ്ങളുടെ മിനിസ്ട്രിയെ ദൈവം മാനിക്കാൻ പോകുകയാ, നിങ്ങളുടെ കുടുംബത്തെ. ശുശ്രൂഷകന്മാർക്ക് ഒരു വാക്യം ശ്രദ്ധിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. ശുശ്രൂഷകന്മാരെ ദൈവം മാനിക്കും. യോഹന്നാൻ 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഒരു കാര്യം പറയാം, ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പിള്ളേര് കളിയല്ല. ആമേൻ. എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടംപോലെ ബൈബിൾ കോളേജുണ്ട്, ഇഷ്ടംപോലെ എണ്ണം പഠിച്ചിറങ്ങുന്നുണ്ട്. ജീസസ് എല്ലാം സുവിശേഷ വിലയ്ക്ക് പ്രയോജനപ്പെടത്തില്ല. പണ്ട് എൻ്റെ കൂടെ ബൈബിൾ കോളേജ് പഠിച്ച ഇതിൽ ഒരാളെ കാണാനില്ല. അപ്പം തിരക്കി, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഈ കൂടെ പഠിച്ചവരൊക്കെ കൂടി കാണും. അപ്പം ഞങ്ങളെ പഠിപ്പിച്ച സാറ് ചോദിച്ചു, അദ്ദേഹത്തെ ഇപ്പം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, പുള്ളി ജാതികളുടെ ഇടയിലാന്ന് പറഞ്ഞു. ജാതികളുടെ ഇടയിലാണ് വേലയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാൾ എന്ന് വെച്ചാൽ നേരാ 2 ഏക്കർ ജാതിത്തോട്ടം വാങ്ങിച്ച് കൃഷി ചെയ്യാന്നിപ്പം. ഈ ജാതികളുടെ ഇടയിൽ വേലയല്ല. അപ്പം പഠിപ്പിച്ച സാറ് ചോദിച്ചു, ജാതിക്കാ പറിക്കുന്ന ഇവൻ എന്തിനാ റോമാലേഖനം? കുഞ്ഞെ, വിളി ഉണ്ടെങ്കിലേ പോകാവൂ. നമ്മുടെയൊക്കെ അമ്മമാർക്ക് പറ്റുന്നൊരു കുഴപ്പം, മൂത്തവൻ എംകോങ്കാരനായി പറയും, അവനെ ജോലിക്ക് ചെയ്യണം, 10-ൽ 8 വട്ടം തോറ്റു, എന്നാൽ ഇവനെ വേലയ്ക്ക് കൊടുത്തേക്കാം, പണ്ടേ വിളിയുണ്ടെന്ന്. വേണ്ട, മിണ്ടുന്നില്ല. അവനെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ പിന്നെ വേലയായി പോവും. പോട്ടെ, അങ്ങനല്ല. നല്ല ചുറുചുറുപ്പുള്ള ഒരുത്തൻ വളർന്നു വരാം, ഇവനെ കർത്താവിന് കൊടുക്കാൻ ധൈര്യമുണ്ടോ? പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വേല എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ പനി പിടിക്കുന്നതും വട്ടക്കറങ്ങുന്നതൊക്കെ കർത്താവിന് കൊടുത്തേക്കാന്ന് പറഞ്ഞ് 10-15 കോഴി കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി ഒരു കോഴി കുഞ്ഞും കിടന്ന് കറങ്ങുമ്പോൾ അമ്മ പറയും, പള്ളി കൊടുത്തേക്കാമേ, കൊല്ലല്ലേ, പള്ളി കൊടുത്തേക്കാം.
കറങ്ങുന്നതെല്ലാം പള്ളിയിൽ കൊടുക്കാം. നല്ല പൊക്കമുള്ള ഒരുത്ത നിന്ന് കൊക്കരൊക്കെ പോകുന്നുണ്ട്, അവനെ കൊടുക്കാമെന്ന് പറയത്തില്ല. എന്നുള്ളൊരു അമ്മ പറയുക, ഞങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഫോണിൽ വിളിച്ച് പറയുക, മോന് ഭയങ്കര വിക്ക, എടുത്തോളാം വേലയ്ക്ക്. ഞാൻ പറഞ്ഞ കസാറ വെക്കുന്ന ജോലിയല്ല ഞങ്ങളുടെ, പ്രസംഗിക്കുന്ന വിക്കുള്ള ഇവനെ കൊണ്ട് എങ്ങനെയാണ് പ്രസംഗിപ്പിക്കുന്നത്? ഒരച്ഛനൊരിക്കലും എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, അച്ഛൻ്റെ ഒരു പെങ്ങടെ മോനുണ്ട്, മാനസിക രോഗിയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് നന്നാക്കി അങ്ങ് എടുത്തോളാൻ. നമ്മൾ പ്രാർത്ഥിക്കണം, അച്ഛൻ്റെ പെങ്ങടെ മോനെ നന്നാക്കണം, പിന്നെ വേലയ്ക്ക് കൊണ്ട് ഇറക്കണം. ശുശ്രൂഷ അത്രയല്ല. ദൈവം ഒരാളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടത് വിദ്യാഭ്യാസമല്ല, കഴിവല്ല, സൗന്ദര്യമല്ല, വിളിയാ വേണ്ടിയേ. സുവിശേഷ വേല വിളിയുള്ളവനെ നിൽക്കാൻ പറ്റൂ. ആമേൻ. അതും ചെറിയ വിളി പോലെ ഡയറക്റ്റ് വിളി വേണം ദൈവത്തിൻ്റെ. ആമേൻ. ശുശ്രൂഷകന്മാരോട് പറയുക, സ്തോത്രം. ഇനി ഞാനൊരു കാര്യം, വിളിയുണ്ടേൽ ഇതുപോലെ ദൈവത്തെ ഉയർത്താൻ പറ്റിയ വേറൊരു പരിപാടി ലോകത്തിനില്ല. നിങ്ങൾക്കറിയാം, ഈ കർത്താവ് വിളിച്ച ഇത്രയും പേരെ എത്ര രാജകീയമായിട്ടാണ് പോറ്റുന്നത്. അവർക്ക് ജോലിയുണ്ടോ? അവർക്ക് ശമ്പളം ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ അവരെ രാജകീയമായി പോറ്റുക ദൈവം. അത് ദൈവത്തിൻ്റെ സിസ്റ്റമാണ്. ഒരാമയും പറഞ്ഞാട്ട് ഇന്ന് പകലും വേലയ്ക്ക് വിളിയുള്ള ആരും മടിച്ചിരിക്കരുത്. ഞാൻ സുവിശേഷ വേലയ്ക്കൊക്കെ ഇപ്പം എന്നോട് ചോദിച്ചു, ഭാര്യയൊക്കെ എങ്ങനെ പോറ്റും? ഇപ്പം ചോദിച്ചൊരു നാണം കെട്ടുപോയി. കുഞ്ഞെ, ഇത് ദൈവം വിളിച്ചതാ. ദൈവം നട്ടതിനെ പറിക്കാൻ ആർക്കും പറ്റത്തില്ല. ഇനി ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്, ജോലി വിട്ട് വേലയ്ക്ക് ഇറങ്ങണം. വേല വെക്കാനല്ല, വേല ചെയ്യാൻ. സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവൻ ജോലി ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, അവൻ കോറുന്ന കമ്പനി എല്ലാം പൂട്ടും. ഞാൻ എനിക്ക് മസ്കറ്റ് പ്രസംഗിച്ചാൽ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഞാൻ ഏത് കമ്പനി കയറിയാലും കമ്പനി പൂട്ടുക. 5 എണ്ണം പൂട്ടി, 6ാമത്തേനകത്ത് അതും പൂട്ടാറായി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറാ, നീ നാട്ടിൽ പോയി കമ്പനിയെല്ലാം പൂട്ടിക്കാതെ. വേലയ്ക്ക് വിളിയുള്ളവൻ, ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവൻ വഴി വിട്ട് കപ്പലേ കയറിയ കപ്പൽ പോലും പോവും. നമുക്ക് ശ്രദ്ധിക്കാം. വാക്യം 26 വായിച്ചേ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ. അപ്പൊ ശ്രദ്ധിക്കണം, ശുശ്രൂഷ ആർക്കാ ചെയ്യുന്നേ? കർത്താവിന്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനെ ഞാൻ ഇരുത്തും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇന്ന് പകൽ ദൈവം മാനിക്കാൻ പോവുക. ആര് നെഞ്ചത്ത് വെച്ചാൽ അത് എന്നെയാ മാനിക്കാൻ പോകുന്നേ, അതെൻ്റെ കുടുംബത്തെ മാനിക്കാൻ പോകുന്നേ. 2015 തീരുന്നതിന് മുമ്പ് നിന്റെ മിനിസ്ട്രിയെ ദൈവം മാനിക്കും, നിന്നെ ദൈവം മാനിക്കും, നിന്റെ സന്തതിയെ ദൈവം മാനിക്കും. നിന്നെ വിടക്കെന്നെണ്ണി തള്ളിയവരുടെ നടുവിൽ യെസ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. കുഞ്ഞെ, നീ സഹിച്ച നിന്നെ ഓർത്ത് സങ്കടപ്പെടണ്ട, നീ കേട്ട അപമാനം ഓർത്ത് സങ്കടപ്പെടണ്ട. ദൈവം നിന്നെ മാനിക്കും. വിശ്വസിക്കാൻ പറ്റാത്ത പോലെ മാനിക്കും, വിശ്വസിക്കാൻ പറ്റാത്ത പോലെ മാനിക്കും. ദൈവം നിന്നെ മാനിക്കും. എന്തോ അമ്മയുടെ പേര്? ചിന്നു. എത്ര നാളായിട്ട് മോയ്ക്ക് ബാക്ക് പെയിൻ ഉണ്ട്? 4 വർഷം. 4 വർഷം. ഓ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? വർക്ക് ചെയ്യുക. എവിടെ? പുളിമുട്സിൽ. ഓ, 4 വർഷമായിട്ട് ഈ ബാക്ക് പെയിൻ ഉണ്ട്. കുനിയാനാണോ ഏറ്റവും കൂടുതൽ പ്രയാസം? കുനിയാൻ. ഓ ജീസസ്. ഡോക്ടറൊക്കെ കാണിച്ചോ? കാണിച്ചു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? കൊച്ചു പിള്ളേർക്ക് ഇപ്പോഴേ വരുമെന്ന് പറഞ്ഞ് മാറ്റും. കൊച്ചു പിള്ളേർക്ക് ഇപ്പോഴേ നടുവേനൊക്കെ വരുമെന്ന് പറഞ്ഞ് അവരങ്ങ് മാറ്റിക്കളയും. ജീസസ്. പക്ഷെ ഇപ്പൊ ഇവളെ യേശു തൊടും, യേശു ഇവളെ സൗഖ്യമാക്കും. ചിരിച്ചോണ്ട് നിന്നെ. രണ്ട് മോൾ കൈ ഫ്രീ ആക്കിക്കോ. ആന്റി കൈ വെക്കും. യേശു നിന്നെ തൊടും. ഹീലിംഗ് പവർ. ഇവൾ സൗഖ്യമാകട്ടെ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ ഇവൾക്ക് കൊടുക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവൾ സൗഖ്യം ആകട്ടെ, ആകട്ടെ. മോളെ, ഇനി ഒന്ന് ചിരിക്കേ. മോളെ, ചിരി ഫ്രീയാ.
ഇനി ധൈര്യമായിട്ടൊന്ന് കുനിഞ്ഞേ, കാലെ പോയി തൊടട്ടെ. ആ, നൂന്നേ, വീണ്ടും കുനിഞ്ഞേ, വീണ്ടും നൂന്നേ, വീണ്ടും കുനിഞ്ഞേ. ഇങ്ങനെ. ആ, ഇനി ഒന്ന് നോക്കിയേ, ഇങ്ങനെ ഒന്ന് ചാടിക്കേ. എന്നേലും വേദനയുണ്ടോ? വേദനയില്ല. ഇല്ല. അപ്പൊ എന്തോ സംഭവിച്ചു? എന്തോ ഒരു ഫ്രീ ആയിപ്പോയി. എന്തോ ഒന്ന് പോയ കണക്ക്. അത് നിന്റെ ആ ഭാവിയെ ബന്ധിച്ചിരുന്ന ഒരു ദുഷ്ടശക്തി നിന്റെ അസ്ഥിയിൽ നിന്ന് മാറിപ്പോയി. എന്നോട് കർത്താവ് പറയുന്നു, മോളെ, നീ ഒരാൾ മനസ്സ് വെച്ചാൽ നിന്റെ വീട് രക്ഷപ്പെടുത്താൻ പറ്റും. നിന്റെ വീട് ഓരോ ദിവസവും മുടിഞ്ഞു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. എന്നാൽ നിന്നെ ദൈവം കണ്ടിരിക്കുന്നു. നിന്നിലൂടെ ആ വീടിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും. നഷ്ടപ്പെട്ടതെല്ലാം നീ പിടിച്ചെടുക്കും. നീ ജനിച്ച പിന്നെ കേട്ടത് മുഴുവൻ നഷ്ടത്തിന്റെ കഥയാണ് അല്ലേ നിന്റെ വീട്ടിൽ? എന്നോട് ദൈവം പറയാം, അതെല്ലാം തിരിച്ചു തരാൻ പോവാ നിന്നിലൂടെ. ആമേൻ. നീ നിന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കണം. ഒന്നുകൂടെ കുനിഞ്ഞു നോക്കിയേ. എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു വേദനയില്ല. 4 വർഷം അനുഭവിച്ചവൾ പറയുന്നു, 4 സെക്കൻഡ് കൊണ്ട് ആ വേദന അപ്രത്യക്ഷമായി. അങ്കിളെ, എന്താ അങ്കിളെ പേര്? റോയ്സ്. എവിടെയാ സ്ഥലം? കൊടമാളൂര്. എന്തായിരുന്നു ഈ കാലിന്റെ പ്രശ്നം? എനിക്ക് 4 വർഷം വെരിക്കോസിന്റെ ഇൻഫെക്ഷനാണ് തുടങ്ങിയത്. ഡെയിലി ഡ്രസ്സിങ് നടന്നുകൊണ്ടിരിക്കും. നല്ല വേദനയായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴോ വേദന മാറി. ആ വേദന കംപ്ലീറ്റ് പോയി. 4 വർഷമായി താൻ അനുഭവിച്ച വേദന 4 സെക്കൻഡ് കൊണ്ട് യേശു സൗഖ്യമാക്കി. എന്താ നിങ്ങളുടെ കാലിന്റെ പ്രശ്നം? വർഷങ്ങളായിട്ട് കാലിന് നീര്. അയ്യോ, അതേ ഉള്ളോ കാര്യം? അത്രയുള്ള കാര്യം? അതിനെന്തിനാ ഇതിന് മാത്രം സങ്കടപ്പെടുന്നേ? യേശു നിങ്ങളെ ഒന്ന് തൊടാൻ പോവുക. നിങ്ങളുടെ കാലിലെ നീര്. എത്ര വർഷമായിട്ട് നീരുണ്ട്? ഓ, ഇത് 4 വർഷമായി ഈ കാലിൽ. ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. 4 ഇയർ ഇവരുടെ അസ്ഥികളെ പിശാച് ബന്ധിച്ചു. പക്ഷെ ജീസസ് വോയിസിലെ പ്രാർത്ഥനയ്ക്ക് വെച്ച് യേശു ആ ബന്ധനത്തെ അഴിക്കുന്നു. ഇതിവരുടെ വിടുതലിന്റെ ദിവസമാ. ഇതിവരുടെ അത്ഭുതത്തിന്റെ ദിവസമാ. ഇതിവരുടെ ജയത്തിന്റെ ദിവസമാ. അച്ചെരുപ്പൊന്നൂരിക്കേ, അച്ചെരുപ്പൊന്നൂരിക്കേ. ഒന്ന് മുട്ടുകൊത്താവോ? ആ കാലിലോട്ടൊന്ന്, കാൽപ്പത്തിയിലോട്ടൊന്ന് കൈവച്ച ഹീലിംഗ് പവർ. അവിടെ കാലിലെ നീര് സിറിഞ്ച് കൊണ്ട് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ അവിടെ നീരിനെ വലിച്ചെടുക്കുന്നു, വലിച്ചെടുക്കുന്നു, വലിച്ചെടുക്കുന്നു. ഹീലിംഗ് പവർ. ഒരു ഭയങ്കര പവർ. തിരുക്കരം എന്നെ താങ്ങി പ്രതികൂലങ്ങളിൽ. അവിടെ കാലുകളിൽ നിന്ന് നീര് മാറിപ്പോകട്ടെ. നീര് വറ്റി. ഓ, ഹല്ലേലൂയ. എങ്ങനെയുണ്ട് കാലിന്റെ നീര്? പൂർണ്ണമായി മാറി. നീര് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. യേശു ഈ കുടുംബത്തെ വിടുവിക്കുക. 4 വർഷം കൊണ്ട് അനുഭവിച്ച അസ്ഥിയുടെ പ്രശ്നങ്ങൾ കർത്താവ് തൊടുകയാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ 2 കൈകളും നെയ്യോട് ചേർത്ത് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നുണ്ട്. സ്തോത്രം. ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.